ലോക ജനസംഖ്യയിൽ തന്നെ ഏകദേശം 5% കൂടുതൽ ആളുകൾ ഈ രോഗത്താൽ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മൾ സാധാരണ പലപ്പോഴും പറയപ്പെടുന്ന ഗ്യാസ് ട്രബിൾ പോലും ഈ പൈൽസിൻ്റെ ഒരു പരിണത ഫലമായി ഉണ്ടാകുന്നതായിരിക്കാം. ജീവിതം മുഴുവൻ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് എന്നൊരു പ്രത്യേകത ഇതിനുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വിനോദ് കുമാർ. തിരുവനന്തപുരം ആയുർവേദ കോളേജ് പഞ്ചകർമ്മ വിഭാഗം പ്രൊഫസറും HODയുമായി വിരമിച്ച വ്യക്തിയാണ്. ഇപ്പോൾ മഞ്ചേരി ഇലാജ് ആയുർ ഹെറിറ്റേജ് ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു വ്യാധിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നാമെല്ലാം കേട്ടിട്ടുള്ള പൈൽസ് അഥവാ അർശസ്. ലോക ജനസംഖ്യയിൽ തന്നെ ഏകദേശം 5% കൂടുതൽ ആളുകൾ ഈ രോഗത്താൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു ജീവന് ഭയമുണ്ടാക്കുന്ന ഒരു രോഗമല്ല ഇത് പലപ്പോഴും, എങ്കിലും ജീവിതം മുഴുവൻ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് എന്നൊരു പ്രത്യേകത ഇതിനുണ്ട്. ഇത് 2 തരത്തിലാണ് ഈ രോഗമുള്ളത്. ഒന്ന് ആന്തരികമായ പൈൽസ് അല്ലെങ്കിൽ അർശസ്, ഒന്ന് ബാഹ്യമായ അർശസ്. നമ്മുടെ ഗുദത്തിന് ഉള്ളിൽ, ഇൻഡസ്റ്റൈനുള്ളിൽ സിരകൾ വീർത്ത് മലത്തെ തടസ്സപ്പെടുത്തി ഉണ്ടാക്കുന്നതാണ് പ്രധാനമായി ഈ രോഗം. അതുപോലെ തന്നെ ഗുദത്തിന് വെളിയിൽ സിരകൾ തടിച്ച് നിന്നുകൊണ്ട് ചില സമയങ്ങളിൽ കുരുക്കളെ ഉണ്ടാക്കി ചൊറിച്ചിലും ഉണ്ടാക്കുന്നതാണ് ബാഹ്യമായ അർശസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ വൈവിധ്യമുള്ളതാണ്. നമ്മൾ സാധാരണ പലപ്പോഴും പറയപ്പെടുന്ന ഗ്യാസ് ട്രബിൾ പോലും ഈ പൈൽസിൻ്റെ ഒരു പരിണത ഫലമായി ഉണ്ടാകുന്നതായിരിക്കാം. കൃത്യമായ രോഗനിർണയം ഇതിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ വയറ് വീർപ്പ്, നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ് ട്രബിൾ, മലബന്ധം, മലത്തിൽ കൂടി ചില സമയങ്ങളിൽ രക്തം പോവുക, ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ തീർച്ചയായും ഒരു വിദഗ്ധ ഡോക്ടറെ നമ്മൾ കാണുകയും വേണ്ട പരിശോധനകൾ നടത്തി ഇതിൻ്റെ കാരണം പൈൽസ് ആണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള ഈ രോഗത്തിന് ആഹാരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്, പലപ്പോഴും ഇത് പാരമ്പര്യമായി വരുന്ന ഒരു രോഗം കൂടിയാണ്. വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് പൈൽസ് ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു തരം വെരിക്കോസ് വെയിൻ്റെ മറ്റൊരു വകഭേദം തന്നെയായി ഗുദത്തിലുണ്ടാകുന്നതാണ് പൈൽസ് എന്നും നമുക്ക് പറയാം. പാരമ്പര്യമായി ഉണ്ടാകുന്നതാണ് എന്ന് ഞാൻ പറയുമ്പോൾ, പാരമ്പര്യമായി ഉണ്ടാകുന്ന അസുഖങ്ങൾ പലപ്പോഴും പൂർണ്ണമായി ഭേദപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് ആയുർവേദം പറയുന്നത്. എന്നാൽ അതിൽ നിന്നുള്ള പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നതിന് പല ചികിത്സാ മാർഗങ്ങളും ആയുർവേദം പറയുന്നുണ്ട്. അവ രക്തത്തോടുകൂടി മലം പോകുന്ന തരം പൈൽസിൻ്റെ ചികിത്സ പ്രത്യേകമുണ്ട്. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഗുദഭാഗങ്ങൾ പുറത്തേക്ക് തള്ളി വന്നുകൊണ്ടുണ്ടാകുന്ന പൈൽസുണ്ട്. അതിനെ സംബന്ധിച്ചും പ്രത്യേക ചികിത്സകൾ ആയുർവേദം പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി ഏത് തരത്തിലുള്ള പൈൽസാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഔഷധങ്ങൾ വിദഗ്ധനായ ഒരു ഡോക്ടറെ കൊണ്ട് നിർദ്ദേശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനം. ആഹാരത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, പല ആഹാരവസ്തുക്കളും പൈൽസിനെ വർദ്ധിപ്പിക്കുന്നതായിട്ടുണ്ട്. ഏറ്റവും കൂടുതലായി കോഴിമുട്ട പോലെയുള്ള വസ്തുക്കൾ പൈൽസിനെ വളരെയധികം വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ അത്തരം രോഗികൾ ഇത്തരം വസ്തുക്കളെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ എരിവ് ഏറ്റവും കുറയ്ക്കേണ്ടത് പൈൽസ് രോഗികൾക്ക് ആവശ്യമാണ്. പാല് കുടിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് രാത്രികാലങ്ങളിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് പലപ്പോഴും ഈ മലബന്ധത്തെ ഒഴിവാക്കുന്നതിനും ഇതിൽ നിന്നുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കുന്നതിനും സഹായിക്കാറുണ്ട്. ഫലവർഗ്ഗങ്ങളുടെ ഉപയോഗം, നമ്മുടെ പ്രമേഹം പോലെ അസുഖമില്ലാത്ത ആളുകൾ നല്ല ഫലവർഗ്ഗങ്ങൾ, പഴങ്ങൾ,
നമ്മുടെ പാളയംകുടം പഴം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പഴങ്ങൾ, മുന്തിരി മുതലായവയെല്ലാം ഉപയോഗിക്കുന്നത് പലപ്പോഴും മലബന്ധത്തെ അകറ്റുന്നതിനും പൈൽസ് രോഗത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളെ അകറ്റുന്നതിനും സഹായകമാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തന്നെ സ്വയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് തരം ആഹാരം കഴിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് ഓരോ വ്യക്തിക്കും ചിലപ്പോൾ വ്യത്യസ്തമാകാം. അതനുസരിച്ച് അത്തരം ആഹാരങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. പൈൽസിനെ വർദ്ധിപ്പിക്കുന്ന ആഹാരത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ. അതുപോലെ മറ്റൊരു പ്രധാന കാര്യമാണ് നമ്മുടെ തൊഴിലിൻ്റെ സ്വഭാവം. ദീർഘനേരം ഒരേ ഇരിപ്പിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുമ്പോൾ പൈൽസ് ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ പൈൽസ് ഉള്ളവർക്ക് അത് വർദ്ധിക്കുന്നതിനും പലപ്പോഴും കാരണമായി തീരാറുണ്ട്. അതുകൊണ്ട് നാം ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് ചെറിയ നടത്തം ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വ്യായാമം പൈൽസിനെ കുറയ്ക്കുന്നതിന് വളരെ സഹായിക്കും. ദിവസവും നടക്കുക, ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. പലപ്പോഴും പൈൽസിൻ്റെ ഫലമായി മറ്റ് ബുദ്ധിമുട്ടുകളോടൊപ്പം മൂടുവേദന അല്ലെങ്കിൽ മൂടുകഴപ്പ് എന്നെല്ലാം നമ്മൾ ഗ്രാമ്യഭാഷയിൽ പറയുന്ന വിഷമങ്ങളും ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും ഈ മലം തടസ്സം നിന്നുകൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ്. അപ്പോൾ മലത്തെ അയച്ചു പോകുന്നതിന് അതിന് മലബന്ധത്തിന് കാരണമായ പൈൽസിനെ ഭേദമാക്കിക്കൊണ്ട് അയഞ്ഞു പോകുന്നതിനുള്ള ഔഷധങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ വേദനകളും പലപ്പോഴും ശമിക്കാറുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രോഗത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജീവന് ഭീഷണിയുള്ള രോഗം അല്ലെങ്കിലും പലപ്പോഴും നമ്മളെ ഇത് ജീവിതത്തിൽ ഉടനീളം ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ മാനസികമായ സമ്മർദ്ദത്തിലും നമ്മളെ ഇത് എത്തിച്ചേർക്കുന്നു. പലപ്പോഴും നമ്മളുടെ ജോലി ചെയ്യുന്നതിനുള്ള സ്വസ്ഥത പോലും നശിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇറിറ്റേഷൻ എന്ന് നമുക്ക് പറയുന്നത് പോലെ നമ്മുടെ സ്വഭാവത്തിലും ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഇതിനുണ്ട്. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കി ഏറ്റവും ശാസ്ത്രീയമായി അതിനെ പരിചരിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.